ഇത് ഐഫോൺ എയറിൻ്റെ കേസാണ്. എയറിൻ്റെ കേസിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? പേര് പോലെ തന്നെ ഉള്ളിൽ എയറ ഒന്നുമില്ല. ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യയിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചിത്രമായൊരു നിയമം ഇവിടെ ഉണ്ട്. ക്യാമറ, വീഡിയോ, ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ ക്യാമറ തിരിച്ച് ഞാൻ കാറിൽ കൊണ്ടുവയ്ക്കണം. വേണ്ട, നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാം. ക്യാമറയിലല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇറ്റ്സ് ഫൈൻ. എടി, നിന്നോടൊരു ചോദ്യം. ഈ കേസിന് എത്രയാ വില വരിക? ഒരു ഗസ് അടിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ദ ബിഗസ്റ്റ് ആപ്പിൾ ഷോറൂം ഇൻ സൗത്ത് ഇന്ത്യ. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഐഫോൺ 17 സീരീസിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഐഫോണ്, ഞാൻ പ്രീ ബുക്കൊന്നും ചെയ്തിട്ടില്ല, കാരണം പ്രീ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എല്ലാം ഒക്ടോബറിന് ശേഷമേ സാധനം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് പോയി എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കി അവിടെ നിന്ന് ഏറ്റവും നല്ല ഒരു ഐഫോൺ പോക്കാൻ പോവുകയാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദെയർ ഇൻ ദി ആപ്പിൾ ഹെബാൽ സ്റ്റോർ. സോ ഈ ഒരു ആപ്പിൾ സ്റ്റോർ ഉള്ളത് ഹെബാലിലാണ്. ഹെബാലിൽ മോൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞൊരു മാളിൻ്റെ ഉള്ളിലായിട്ടാണെന്നാണ്. അപ്പോൾ ഇവിടുന്ന് അവിടേക്ക് ഏകദേശം ഒരു 2 hours ജേർണി ഉണ്ട്. കൺസിഡറിങ് ഇന്ന് സാറ്റർഡേ ആണ്, നല്ല ട്രാഫിക് ഉണ്ടാവും. സോ കാറിലേക്ക് വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ട്രൈ. പുതിയ അപ്ഡേറ്റിലൊരു കാറൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 1 hour 4 minutes ആണ് കാണിക്കുന്നത്, 37 kilometers. അങ്ങനെ നമ്മൾ വെച്ച് പിടിച്ചു മോൾ ഓഫ് ഏഷ്യയിലേക്ക്. അത്യാവശ്യം നല്ല റോഡായിരുന്നു, ആസ്വദിച്ച് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒബ്വിയസ്ലി ബാംഗ്ലൂർ ട്രാഫിക് നമ്മുടെ മുന്നിൽ വന്നെത്തി. അങ്ങനെ ട്രാഫിക്കിൽ കിടന്ന് ഫൈനലി ഇതാണ് നമ്മുടെ മോൾ ഓഫ് ഏഷ്യയുടെ എൻട്രൻസ്. അങ്ങനെ നമ്മൾ മോൾ ഓഫ് ഏഷ്യയിൽ വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് സെയിൽ. മറ്റേ മുംബൈയിൽ തിക്കും തിരക്കും ഇടിയൊക്കെ കണ്ടു കാണും. ഇവിടെയും ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് സെയിൽ. ഇന്ന് തിരക്കുണ്ടാവും ഇല്ലയോ ഒന്നും അറിയില്ല, പോയി നോക്കേണ്ടി വരും. അതിൽ കൂടെ നമുക്കകത്ത് കയറി പോവാം. ലെക്സ് ലോബി. വിചിത്രമായൊരു നിയമം ഇവിടെ ഉണ്ട്. ക്യാമറ, വീഡിയോ, ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ ക്യാമറ തിരിച്ച് ഞാൻ കാറിൽ കൊണ്ടുവയ്ക്കണം. വേണ്ട, നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാം. ക്യാമറയിലല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇറ്റ്സ് ഫൈൻ. യെസ് ഗൈസ്, സോ വി ആർ ഇൻസൈഡ് മോൾ ഓഫ് ഏഷ്യ. ക്യാമറ എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല, സോ നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഫൈൻഡ് ദ ഷോപ്പ്. എവിടെയാണ് നമ്മുടെ ആപ്പിൾ സ്റ്റോർ? എവിടെയാണ് സെർച്ച് ചെയ്യുക? ഷോപ്പ് ഫൈൻഡർ ഇലക്ട്രോണിക്സ് ആപ്പിൾ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ ഫുൾ ആപ്പിളാണ്. ഇവിടെ നിന്ന് നമ്മൾ എസ്കലേറ്റർ ഇറങ്ങി നേരെ ഇങ്ങനെ പോയി നേരെ ഇവിടെ പോയിട്ട് ലിഫ്റ്റിൽ പോവുക. ലിഫ്റ്റിൽ പോയിട്ട് ഫസ്റ്റ് ഫ്ലോർ അമർത്തുക. ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങിയിട്ട് ഓക്കെ, ഇവിടെയാണ് ആപ്പിൾ സ്റ്റോർ. സോ ലെറ്റ്സ് ഫൈൻഡ് ദ എസ്കലേറ്റർ. അങ്ങനെ എസ്കലേറ്റർ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ഉള്ള ആർക്കിടെക്ചർ എല്ലാം ആസ്വദിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾക്ക് ഫ്ലോർ മാറിപ്പോയെന്ന്. ആക്ച്വലി നമ്മൾ അപ്പർ ഗ്രൗണ്ടിലാണ്. ഇനിയും ഒരു ഫ്ലോറും കൂടെ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. അവിടെയാണ് നമ്മൾ പോകുന്നത്. ആപ്പിൾ സ്റ്റോർ എത്തിയിരിക്കുകയാണ്. ആൻഡ് യെസ്, വി ഹാവ് സം ക്രൗഡ്. ആപ്പിൾ സ്റ്റോറിനകത്ത് ഒരു സൈഡിൽ ഐഫോൺ പ്രീ ബുക്ക് ചെയ്തവരുടെ ക്യൂ, മറ്റേ സൈഡിൽ ആ ഒരു ഷോറൂമിനകത്ത് കയറാനുള്ളവരുടെ ക്യൂ. എന്തായാലും ഞാൻ നേരിട്ട് ഷോറൂമിനകത്ത് കയറി പോകാൻ നോക്കി. ഫോൺ വാങ്ങിക്കുന്നില്ലെങ്കിലും നല്ല ക്രൗഡാണ്. സോ നമ്മൾ ക്യൂവിൽ നിന്നേ പറ്റൂ എന്നാണ് ഇവർ പറയുന്നത്. ലെറ്റ്സ് വെയിറ്റ് ഇൻ ദ ക്യൂ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 20 minute വെയിറ്റിംഗ് ടൈം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു ആപ്പിൾ സ്പെഷ്യലിസ്റ്റ് ആണ് ഇത് നിയന്ത്രിച്ച് നമ്മളേക്ക് ഉള്ളിൽ കയറ്റുന്നത്. സോ ഫൈനലി നമ്മൾ കയറിയിരിക്കുകയാണ്. സ്റ്റോറിനകത്ത് കയറിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എല്ലാ ഐപാഡുകളും അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പുറത്തായിട്ട് നമുക്ക് മാക് ബുക്കുകളുടെ ഒരു വലിയ ഡിസ്പ്ലേ തന്നെ കാണാൻ പറ്റും. എന്തിന് ഡിസൈനായിട്ട് നമ്മുടെ എയർപോർട്സ് മാക്സ് അവിടെ ഒരു സൈഡിൽ തൂക്കിയിട്ടേക്കുന്നത് കാണാം. ആൻഡ് നല്ല രസമായിട്ട് എയർപോർട്സ് പ്രോകളും അവിടെ ഡിസ്പ്ലേയിലേക്ക് വെച്ചിട്ടുണ്ട്. So you can see, feel, experience the 17 Pro and Air over here. Take a call on which is the device that excites you the most. പാവം ചേച്ചിക്ക് ഒന്നും എക്സൈറ്റ് ആയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു സ്ഥലത്താണ് ഐഫോൺ പിക്കപ്പ് ചെയ്യേണ്ടത്. അതായത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്യുന്ന പരിപാടി. എന്തായാലും നമ്മൾക്ക് ഫോൺ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാം. സോ ഇത് വാച്ച് സെക്ഷനാണ്. കമ്പിയിൽ കുത്തിവെച്ചിരിക്കുന്ന വാച്ചുകളെല്ലാം കാണാം. ഇവിടെയും ഒരു മനുഷ്യനും ഇല്ല. അങ്ങനെ ഫോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. ബട്ട് അവിടെ വേറൊരാളുണ്ടായി. നല്ല മനുഷ്യനായതുകൊണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ കയ്യിലെടുക്കുന്നത് ഐഫോൺ എയർ ആണ്. ഐഫോൺ എയർ കയ്യിലെടുത്ത സമയത്ത് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫീലാണ്. വൈറ്റ് കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആൻഡ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ തിന്നാണ്. ശരിക്കും ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. എനിക്കൊരു ഐഫോൺ 10-ൻ്റെയൊക്കെ ഒരു ഫീലാണ് ഈ ഒരു ക്രോം ഫിനിഷൊക്കെ സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട് തോന്നിയത്. എന്തായാലും ഡിസ്പ്ലേയിൽ ബെസൽസ് അത്യാവശ്യം കുട്ടി തന്നെയാണ്. അത്യാവശ്യം ഫോണിന് വലിപ്പവും ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ക്യാമറ, അതായത് ഒരു 18 MP ഫ്രണ്ട് ക്യാമറ
ഇതിനകത്ത് നമുക്കിപ്പോൾ വെർട്ടിക്കലായിട്ട് ആൻഡ് ഹൊറിസോണ്ടലായിട്ടും നമുക്ക് കൈ മാറ്റാതെ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് ഫോട്ടോസിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് വീഡിയോ ഓപ്ഷനിലും ആ ഒരു സെറ്റപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളറാണ്, ഇത് അതിൻ്റെ വൈറ്റ് കളറാണ്. സോ എല്ലാ ഐഫോൺ എയർ സീരീസുകളും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 17. സോ ഇതാണ് ഈ കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോകാൻ പോകുന്ന ഐഫോൺ ബിക്കോസ് ഓഫ് ദിസ് 120 ഹേർട്സിൻ്റെ ഡിസ്പ്ലേ. ഫൈനലി ഒരു ബേസ് വേരിയൻ്റ് ഐഫോണിൽ 120 ഹേർട്സിൻ്റെ ഡിസ്പ്ലേ, ഒരു രക്ഷയില്ലാത്ത ഇന്നോവേഷൻ. എന്നാൽ ഇത് വൈറ്റ് കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ അത്യാവശ്യം കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ ഏതാണ്? ഇത് ഒരു ബ്ലൂ കളറാണ്. ഈ ഒരു സാധനം ഓൾമോസ്റ്റ് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഫൈനലി വി ഹാവ് ദി പിങ്ക് ആണോ ലാവൻഡർ ആണോ ഐ ഡോണ്ട് നോ, ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് ഗ്രീൻ കളർ. ഇതായിരിക്കും ഇത്തവണ ഏറ്റവും കൂടുതൽ സെല്ലായി പോകാനായിട്ട് പോകുന്നത്. പക്ഷേ ഫാൻസി കളേഴ്സ് ഒന്നും ഇഷ്ടമല്ല എന്നുള്ളവർക്കായിട്ട് ദി ഒഫീഷ്യൽ ബ്ലാക്ക് കളറും ഉണ്ട്, ദ മോസ്റ്റ് പ്രീമിയം വൺ. എന്തായാലും ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ S25 അൾട്ര അടുത്ത് കൊണ്ട് വെച്ച് നോക്കി. പക്ഷേ അതിൽ എനിക്ക് കാര്യമായിട്ട് വ്യത്യാസമൊന്നും വന്നില്ല. സോ ജസ്റ്റ് നമുക്ക് ഐഫോൺ 16 Pro അടുത്ത് വെച്ച് നോക്കാം. ആൻഡ് ഇതിൽ ഏതാണ് ഐഫോൺ 16 Pro നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം രണ്ടിൻ്റെയും ഡിസ്പ്ലേ ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ് ഇപ്പോൾ 120 ഹേർട്സിൻ്റെ. എന്തിന് 17 ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടെ ബെറ്റർ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ. ഇത് ബാക്ക് നോക്കി അറിയാൻ പറ്റും ഏതാണ് 17 ഏതാണ് 16 Pro എന്ന്. വലിപ്പമൊക്കെ സെയിം ആണ്. 16 Pro ആണ് കുറച്ചുകൂടി തിക്ക് 17 കമ്പയർ ചെയ്യുന്ന സമയത്ത്. ബട്ട് ഡിസ്പ്ലേ വൈസ് രണ്ടെണ്ണം ഇപ്പോൾ ഈക്വൽ ടു ഈക്വൽ തന്നെയാണ്. ആൻഡ് ഇതിലും ഞാൻ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് ടെസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് തോന്നുന്നു സ്റ്റോറിനകത്തുള്ള ലൈറ്റിൽ എനിക്ക് അത്ര ഒരു എഫക്റ്റ് ആയിട്ട് തോന്നിയില്ല. ഇനി അടുത്തത് ഐഫോൺ 17 Pro Max. അത്യാവശ്യം വലിപ്പമുണ്ട്, ബട്ട് ദിസ് ടൈം കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു പുതിയ ഡാർക്ക് ബ്ലൂ കളർ. ഐ മീൻ 16 Pro നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ 17 ആ ഒരു കർവ്ഡ് എഡ്ജസ് കാരണം നല്ലൊരു സുഖമുണ്ട്. ഇനി എന്തായാലും ആ ഒരു 48 മെഗാ ടെലിഫോട്ടോ ക്യാമറ നമുക്കൊന്ന് നോക്കാം. ഞാൻ സൂം ചെയ്യാണ്. 2x ഉണ്ട്, അതിന് ശേഷം 4x ഉണ്ട്, 8x ഉണ്ട്. സോ ഇതാണ് 8x സൂം വരെ വരുന്നത്. 8x നിന്ന് നമുക്ക് ഐ തിങ്ക് 35x 40x വരെ സൂം ചെയ്യാനായിട്ട് പറ്റും. രണ്ട് ഫോട്ടോ നമ്മൾ എടുത്ത് നോക്കി. ഫോട്ടോ എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഐ ഡോണ്ട് നോ, മേ ബി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആയതുകൊണ്ട് ചെറിയൊരു ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കണ്ടു. ബട്ട് സോ ദിസ് ഈസ് ദ ന്യൂ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ മൊഡ്യൂൾ സെറ്റപ്പ്. സോ ഐഫോൺ 17 Pro Max അവിടെ വയ്ക്കാം. ഇനി അടുത്തത് തൊട്ട് സൈഡിലായിട്ട് ഐഫോൺ 17 Pro ഇരിപ്പുണ്ട്. ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ സൈസ് ഡിഫറൻസ് കാണണമെങ്കിൽ അടുപ്പിച്ച് പിടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, റൈറ്റ് സൈഡിലുള്ളത് 17 Pro Max ആണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് 17 Pro ആണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈസ് ഡിഫറൻസ് അല്ലാതെ വേറെ കൈ പിടിക്കുമ്പോൾ ഇൻ ഹാൻഡ് ഫീലൊന്നും അത്ര വ്യത്യാസമില്ല. 17 Pro Max ഇത്തിരി വെയിറ്റ് കൂടുതലാണ്, ബട്ട് ബോത്ത് ഓഫ് ദം ആർ വെരി കംഫർട്ടബിൾ ടു ഹോൾഡ് ഇൻ ഹാൻഡ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ വൈറ്റ് കളർ ഇരിപ്പുണ്ട്, ബട്ട് ദിസ് വൺ ഫെൽറ്റ് വിയേർഡ്. കാരണം ആ ഒരു സിൽവർ ഫിനിഷ് നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച മാതിരി. എന്തായാലും ഇത് ഇതിൻ്റെ 17 Pro Max ഇസ് നോട്ട് വർക്കിംഗ്, നോട്ട് റെസ്പോണ്ടിങ്. വാവ്, ആരാണ്ടോ ഇതിന് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അനങ്ങുന്നില്ല സാധനം. ഒന്ന് ഓഫാക്കി ലോക്ക് സ്ക്രീനിൽ എന്തോ ഗ്ലിച്ച്, വീണ്ടും നോക്കി. ഇത് നടപടിയാവുന്ന കേസല്ല. എന്തായാലും നമുക്ക് ഹീറോ കളറിലേക്ക് പോവാം. വി ആർ ഓൺ ദി ഹീറോ കളർ ഓറഞ്ച്. ഇത് സത്യം പറയാമല്ലോ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സൈഡിൽ നിന്നായാലും ആ ഒരു ഫിനിഷ് ആയാലും മൊത്തം ആ ഒരു കളർ വളരെ അട്രാക്റ്റീവാണ്. പക്ഷേ പല ആൾക്കാരും ഈ കളറിന് വേണ്ടി വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഈ കളറില്ലാത്ത ഒരു കേസ് കൊണ്ടിടുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ബട്ട് ദീസ് ലുക്സ് ഗോർജിയസ്. ആൻഡ് ഇതാണ് ആ ഒരു പുതിയ ആൻറ്റണ, നമ്മുടെ ക്യാമറ മോഡിൽ ചുറ്റുമുള്ള ആൻറ്റണ സെറ്റപ്പില്ലേ, അതാണ് ഈ കാണുന്ന പരിപാടി. ഇനി ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒരുമിച്ച് കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടില്ലേ, നമ്മുടെ നീലയുണ്ട്, സിൽവർ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ആൻഡ് ഓറഞ്ചാണ് എടുത്ത് കാണുന്നത്. ആൻഡ് അത് ബ്ലാക്ക് പോലെ ഉണ്ട്. ഐഫോൺ 16 ഒരു മനുഷ്യനും വേണ്ടാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു മനുഷ്യനും ഇല്ലാത്ത ഐഫോൺ 17 സീരീസിൻ്റെ എല്ലാം കണ്ടു. എന്നാൽ പിന്നെ സോ ഇതാണ് ഐഫോൺ എയർ. അടുത്തതായി നമുക്ക് കാണാം ഐഫോൺ 17 Pro. അടുത്തതായി ഐഫോൺ 17 Pro Max. ഇനി എല്ലാ ഐഫോണും ഒരുമിച്ച് ഇതാണ് ആ ഒരു പുതിയ ടെക് O1 കേസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയാൽ അറിയാം ആ ഒരു പാറ്റേൺ ഒക്കെ. ശരിക്കും ദൂരെ നിന്ന് കാണുമ്പോൾ ഒറ്റ കളറായിട്ട് തോന്നും. തൊട്ട് സൈഡിൽ ഐഫോൺ എയറിൻ്റെ കേസ് ഉണ്ട്. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് കേസാണ്. സൈഡിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഐഫോൺ 17ൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം കൊള്ളാം. ആൻഡ് തൊട്ട് താഴെ നമുക്ക് ഐഫോൺ 17 Proൻ്റെ കേസ്. ദിസ് കേസ് ലുക്സ് അമേസിങ്. ഈ കേസ് വേണം മേടിച്ചിടാനായിട്ട് ഓറഞ്ച് ഫോൺ മേടിക്കുന്നവർ. ഇതാണ് ലുക്ക്. താഴെ അതിൻ്റെ ഒരു ഡെമോവും വെച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ സിലിക്കൺ കേസാണിത്. സോ ഉള്ളിൽ നമുക്ക് ആ ഒരു മൈക്രോ ഫൈബറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സാധനം ഇത് ഐഫോൺ 17ൻ്റെ കേസാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് വള്ളി വരുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഐഫോൺ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനായിട്ട് പറ്റുന്ന വള്ളി.
എടി നിന്നോടൊരു ചോദ്യം, ഈ കേസിന് എത്രയാ വില വരിക ഒരു ഗസ്റ്റ് അടിക്കും? ഓഫ്, കറക്റ്റ് ഗസ്, 5000 ആണ് ഇതിന്റെ പ്രൈസ്. ശരി, ഇതിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഈ വള്ളിക്ക് എത്രയാണെന്ന് അറിയോ? 1000 രൂപയ്ക്ക് ഈ വള്ളിയുടെ പകുതി പോലും കിട്ടില്ല. ഈ ഒരൊറ്റ വള്ളിക്ക് കേസിന്റെ അതേ വിലയാണ്, 5000 രൂപയാണ്. ഈ കേസ് മാത്രം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 10000 രൂപയുടെ മുതലായി. ഇത് ഐഫോൺ എയറിന്റെ കേസാണ്. എയറിന്റെ കേസിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? പേര് പോലെ തന്നെ ഉള്ളിലെ എയറ ഒന്നുമില്ല. തൊട്ടപ്പുറത്ത് എല്ലാ കേസുകളും ഐഫോണിലിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇതാണ് ആപ്പിൾ സ്റ്റോറിൻ്റെ ഒരു ഗുണം. നിങ്ങൾക്ക് ഏത് ഫോണിൻ്റെ ഏത് മോഡലിൻ്റെ ഏത് കളറും പ്ലസ് ഏത് ആക്സസറിയുടെ ഏത് കളറും നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്തത് ആപ്പിൾ വാച്ച് സീരീസ് 11. പക്ഷേ ഇവൻ ഒറ്റയ്ക്കിരിക്കുവാണ്, ഇവൻ്റെ ചുറ്റും ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നാലേക്കും. എന്താണാവോ ആൾക്കാർക്കൊന്നും ഇത് വേണ്ടേ? എന്തായാലും ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ സ്ട്രാപ്പ് കാണാം. ഇതൊരു സ്ട്രാപ്പ്, ഇത് ഓക്കെ, ഇതൊരു സ്ട്രാപ്പ്, ഇത് വേറെ പച്ച. അവിടുത്തെ സ്ട്രാപ്പ് കാണാനില്ലല്ലോ, ഞാൻ അടിച്ചു മാറ്റി തോന്നുന്നു. അവിടെ ഉണ്ട് എല്ലാ കളറിലുള്ള സ്ട്രാപ്പുകളും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് ജീനിയസ് ബാർ. ഇതൊക്കെ ആപ്പിൾ ഐഫോൺ മേടിച്ചിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അവിടെ ഇരുന്നാൽ നമുക്ക് സഹായമൊക്കെ കിട്ടും. ഇനി ഇതാണ് ആപ്പിൾ വാച്ച് അൾട്ര. ഇത് കയ്യിൽ കെട്ടി ഞാൻ നോക്കി, പക്ഷേ ആ ഒരു സ്ട്രാപ്പ് എന്താണെന്നല്ല എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഒന്നും ചെയ്യാൻ പോയില്ല, അടുത്ത് മാറ്റി വെച്ചു. ആപ്പിൾ വാച്ച് SE കയ്യിൽ കെട്ടാൻ നല്ല സുഖമുണ്ട്, അത്യാവശ്യം കൊള്ളാം, കംഫർട്ടബിൾ ആണ്. ഇവിടെയായിട്ട് മാക്സ് സ്റ്റുഡിയോ ഇരിപ്പുണ്ട്. ഇനി എയർപോർട്സിലേക്ക് പോവാം. സോ എയർപോർട്സ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡിസ്പ്ലേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാനത് പുറത്തെടുക്കാനായിട്ട് പറ്റും എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് ചുമ്മാ ഒട്ടിച്ച് വെച്ചേക്കുന്ന. ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ പുറത്തെടുക്കാൻ പറ്റില്ല. ഇത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റില്ല, ഫെവിക്വിക് കൊണ്ട് ഒട്ടിച്ച മാതിരിയുണ്ട്. ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പുറത്ത് ഒരാളിരുന്ന് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാം. ഇതാണ് ആ ഒരു പുതിയ എയർപോർട്സ് പ്രോ 3 ഹാർട്ട് റേറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ള. അതെന്തായാലും ഫോണിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ചെവിയിൽ വെച്ച് നോക്കി. ആൻഡ് ഒരു കാര്യം, ഇറ്റ്സ് അമേസിങ്. എനിക്ക് ആ ഒരു അത്രയും ക്രൗഡിനകത്ത് ഇത് ചെവിയിൽ വെച്ചിട്ട് പോലും ഈസിലി ആ ഒരു നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഹോം പോഡിൻ്റെ സെക്ഷൻ, ഹോം പോഡ് എല്ലാ കളറും അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ആപ്പിൾ ടി വി 4K ഒരു ഡിസ്പ്ലേയും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് അവിടെ ഐപാഡ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ 16 പ്രോയിൽ എനിക്ക് ആപ്പിൾ കെയർ പ്ലസ് ഉണ്ട് 2 ഇയേഴ്സിന്. അപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടിയാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു, ഒന്നുമില്ല, ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എത്രയാണോ ആപ്പിൾ കെയർ പ്ലസിൻ്റെ ബാക്കിയുള്ളത് അത്ര എമൗണ്ടിൻ്റെ റീഫണ്ട് കിട്ടുകയും അടുത്ത ഫോൺ മേടിക്കുന്ന സമയത്ത് വേറൊരു ആപ്പിൾ കെയർ പ്ലസ് എടുത്ത് വെക്കണം എന്നുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ ഹെബാൽ സ്റ്റോർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.